ഓക്കെ സാർ, കാണുന്നുണ്ട്. ഓക്കെ, ഹലോ, ഓക്കെ സാർ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, വെരി ഹാപ്പി ആൻഡ് ലവ്ലി ഗുഡ് മോർണിംഗ് ടു ഓൾ ലീഡേഴ്സ്. എല്ലാ ലീഡേഴ്സും നല്ല ശുഭദിനം സുപ്രഭാതം നേരുന്നു. വെരി മച്ച് എക്സൈറ്റഡ് ആണ്. നമ്മൾ ഓരോരുത്തരും ത്രിൽഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ന് ഓരോ ദിവസവും ദൈവം നമ്മളിലേക്ക് ഓരോ കനിഞ്ഞേകുന്ന ഒരു വരദാനമാണ് ഓരോ സുപ്രഭാതവും. ഇന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റി. നമുക്ക് ഒരുപാട് സുസ്ഥീർഹങ്ങൾ ദൈവത്തിൽ അറിയിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അൽഹംദുലില്ലാ, താങ്ക് ടു മൈ ഗോഡ് ഈ ഒരു അവസരം എനിക്ക് തന്നതിൽ. അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. എന്നെ ജസ്റ്റ് അവിടെ MC പരിചയപ്പെടുത്തി. അറിയാത്തവർക്കാണ് വൺസ് അഗൈൻ ഐ റിപ്പീറ്റ് ആൻഡ് ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ജുനൈദ്, ബിലോങ്സ് ടു വെങ്ങാട്. ബേസിക്കലി ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ ഒരു ടീച്ചിങ് കരിയറിലേക്ക് കാലെടുത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു അവസരത്തെക്കുറിച്ച് എൻ്റെ ഗുരുനാഥനും ഇന്ന് ഈ ബിസിനസ്സിലെ എൻ്റെ മെൻറ്ററും കൂടിയായിട്ടുള്ള ഗ്രേറ്റ് ഗോയിങ് NTC ലീഡർ ഇസ്മായിൽ സാറെ കയ്യിൽ നിന്ന് ഈ ഒരു അവസരം കേട്ടത്. തൻ്റെ ഗുരുനാഥൻ വിശ്വാസം കാരണത്തിൽ ഏറ്റെടുത്തു, വിശ്വസിച്ചു, കൂടെ നിന്നു, പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സാവാച കർമ്മണം അംഗീകരിച്ചു. സക്സസ്ഫുൾ ഗ്ലോബലിന്റെ സിസ്റ്റം 100% ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് തന്നെ എനിക്ക് ഈ ഒരു അവസരത്തിലൂടെ ഇന്ന് കമ്പനിയിലെ തന്നെ ഒരു പ്രസ്റ്റീജ് റാങ്ക് ആയിട്ടുള്ള STC സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ട് ഇന്ന് നിങ്ങൾ മുമ്പിൽ വരാൻ സാധിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് ടു മൈ ഓൾ ലീഡേഴ്സ് ബിഹൈൻഡ് മൈ സക്സസ്. എൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ലീഡേഴ്സിനും, അതിലുപരി എൻ്റെ ടീമിനും ഇനി ഒരു അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. സോ ഞാൻ എന്താണ് എൻ്റെ കാര്യങ്ങൾ എന്നുള്ള പ്രസക്തിയില്ല. ഇന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഈ ഒരു ഹൈ ഫ്ലയേഴ്സ് മീറ്റിംഗിൽ രാവിലത്തെ സെഷനിൽ നമ്മളൊക്കെ കാതോർക്കുന്ന ഒരുപാട് സെഷൻസ് ഉണ്ട്. അതിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലീഡർഷിപ്പിന് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സെഷൻ കൂടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് മേക്ക് ആൻ എഫേർട്ട് നോട്ട് ആൻ എക്സ്ക്യൂസസ്. കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ബെറ്റർ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എത്ര കണ്ട് നിങ്ങളുടെ എഫേർട്ടിന്റെ 100% നിങ്ങൾക്ക് എഫേർട്ട് സാധിക്കുന്നു, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണങ്ങളെ, എക്സ്ക്യൂസസ് മാറ്റി വെക്കുക. ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ട്, ഇന്ന് ലോക റെക്കോർഡ്, വേൾഡിലെ റെക്കോർഡായിട്ടുള്ള ഒരു സ്കൈ ഡൈവിങ്ങിൽ 103 വയസ്സുള്ള ഒരു വൃദ്ധൻ ഇവിടെ സ്കൈ ഡൈവിംഗ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിനും ഒരുപാട് എക്സ്ക്യൂസ് പറയാനുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഏറ്റവും നല്ല എൻജോയ്മെന്റ് ആയിട്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. ഇന്ന് ലോകത്ത് അറിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എക്സ്ക്യൂസസിൽ നിന്നും അദ്ദേഹത്തിന്റെ എഫേർട്ടിലേക്കാണ് അദ്ദേഹം മാറ്റി ചിന്തിച്ചത്. എന്താണ് എക്സ്ക്യൂസസ്? എക്സ്ക്യൂസൈറ്റ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്, തോൽവിയുടെ ഒരു രോഗമാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ തോൽവിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക തരം ഒരു റയർ ഡിസീസ് ആണ് എക്സ്ക്യൂസൈറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ ഉസീക്കും ഇയ്യായ അവലം തഖ്വല്ല എന്ന് പറയും പോലെ നമ്മളോട് ജസ്റ്റ് ചോദിക്കുക, എന്നിൽ അതുണ്ടോ, എന്നിൽ എന്താണ് പ്രോബ്ലം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതല്ലാതെ ഓരോ സെഷൻ കേൾക്കുന്ന സമയത്തും ഇത് എൻ്റെ ഡൗൺലൈനിലുള്ളതാണ്, ഇതിൻ്റെ അപ്ലൈനിലുള്ളതാണ് എന്ന് വേർതിരിച്ച് കാണാതെ എന്നിൽ എന്ത് മാറ്റാനുണ്ട്, നമ്മളൊക്കെ നമ്മളോട് തന്നെ ഒന്ന് ഹാസിബു കബലാന്തു ഹാസിബു എന്ന് പറയുന്ന പോലെ തന്നെ സ്വന്തമായി വിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സോ എക്സ്ക്യൂസൈറ്റ് നമ്മളിലുണ്ടോ? അതൊരു ഫെയിലിയർ ഡിസീസസ് ആണ്. എന്തൊക്കെയാണ്? ഒരുപാട് എക്സ്ക്യൂസ് കഴിഞ്ഞു പോയിട്ടുണ്ട്, നമുക്കറിയാൻ പറ്റും. പല കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്മുടെ കൊറോണ സമയത്ത് പോലും ലോക്ക്ഡൌൺ അതൊരു കാരണമായിരുന്നു. അതൊക്കെ ഇതുപോലെ തന്നെ ഇന്നും നമുക്ക് പല കാരണങ്ങളും നമ്മുടെ മുമ്പിൽ പറയാനുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, ഡോണ്ട് ഗെറ്റ് ലോക്ക് ഡൗൺ ബൈ ഫൈൻഡിങ് എക്സ്ക്യൂസ് ഇൻ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരുപാട് എന്താ പറയാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ഒരിക്കലും നിങ്ങൾ ഊട്ടിവെക്കപ്പെട്ടതായിരിക്കരുത്. സ്വതന്ത്രമായിട്ട് അതിനെ വിടാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്തൊന്നാണോ ചെയ്യാൻ സാധിക്കുന്നത് ആ രീതിയിലേക്ക് ചെയ്യണം. ഒരു കാരണവശാലും എക്സ്ക്യൂസ് പറയുന്ന വ്യക്തിയായിട്ട് മാറരുത്. കാരണങ്ങൾ നിരവധി ഉണ്ടാകാം, പക്ഷെ നിങ്ങളുടെ ജീവിതത്തെ തോൽവിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് എക്സ്ക്യൂസസ്. സോ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം കൂടിയാണ് എക്സ്ക്യൂസസ്. ദിസ് ഇസ് ദി ബിഗ്ഗസ്റ്റ് ക്രൈം. നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ് ശരിക്ക് എക്സ്ക്യൂസ് എന്ന് പറയുന്നത്, കാരണങ്ങളെ കണ്ടെത്തൽ. ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് വാസ്റ്റേജ് ഓൺ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട ഒരവസ്ഥയാണത്. കാരണം ദൈവം ഓരോ വ്യക്തിയെയും ഈ ലോകത്തേക്ക് പടച്ചേക്കപ്പെടുന്ന സമയത്ത് കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര എന്ന് പറയും പോലെ തന്നെ ഏതൊരു വ്യക്തിയെയും ഈ ലോകത്തേക്ക് പടച്ചേക്കപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകൾ അതിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വിശ്വാസപരമായിട്ട് നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന കാര്യമാണത്. സീരിയസ്ലി നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ.
അതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. വേറൊരുത്തൻ അതിനെ കാണാനോ അല്ലെങ്കിൽ അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാനോ സാധിക്കുന്നില്ല. സോ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി എക്സ്ക്യൂസസ് മാറ്റിവെച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ എസ്പെഷ്യലി ഈ ബിസിനസ്സിലൊക്കെ സീരിയസ് ആയി നിങ്ങൾ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. ദെൻ മേക്ക് എക്സ്ക്യൂസസ് ഓർ മേക്ക് ഇംപ്രൂവ്മെന്റ്സ്. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാരണം പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാം. അതല്ലെങ്കിൽ എന്നെ ഞാൻ ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അത് പല കാര്യങ്ങളാവട്ടെ. ഉദാഹരണം, ഈ ബിസിനസ്സുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്ലാൻ പറയുന്ന കാര്യത്തിലാവട്ടെ, നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന മുതൽ ഓരോ സിസ്റ്റത്തിലാവട്ടെ, അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രസന്റേഷൻ നടത്തുന്ന സമയത്താവട്ടെ, നമുക്ക് ലീഡേഴ്സിന് ഭാഗത്തുനിന്ന് ഒരു അവസരം കിട്ടുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് നാളെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറ്റിവെക്കുന്ന കാര്യത്തിലാവട്ടെ, അങ്ങനെ എനി കൈൻഡ് ഓഫ് എനിത്തിങ്, ഏത് കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ അവിടെ എക്സ്ക്യൂസ് പറയാൻ നിൽക്കുന്നു. അതല്ല, എൻ്റെ ജീവിതത്തിൽ ഒന്ന് മെച്ചപ്പെടണം, ഒന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങളുടെ സെലക്ഷൻ ആണ്. എന്തും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എക്സ്ക്യൂസസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ജയവും പരാജയവും നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത് അത് നിങ്ങളാണ്. സോ സീരിയസ്ലി ആ കാര്യം മനസ്സിലാക്കുക. 5 മോസ്റ്റ് കോമൺ ഫോംസ് ഓഫ് എക്സ്ക്യൂസസ്. ജീവിതത്തിൽ പരാതികൾ പറയുന്ന ആളുകൾക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന 5 ഫോമുകളാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് എക്സ്ക്യൂസ് ആയിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ. നമ്മളെപ്പോഴും പറയാറുണ്ട്, എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ ആ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ഞാൻ ഇത്രയും പ്രായമായി അല്ലേ, അത് വേറൊരു എക്സ്ക്യൂസസ് ആണ്. ഇന്റലിജന്റ് എക്സ്ക്യൂസസ് ആയിട്ട് കഴിവിനെ കുറിച്ചുള്ള പരാതികൾ. എനിക്ക് കഴിവില്ല, ഞാൻ 4ാം ക്ലാസ് ആണ്, 8ാം ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടില്ല, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യകാരണങ്ങൾ നമ്മൾ ബോധിപ്പിക്കാറുണ്ട്. ഏജ് എക്സ്ക്യൂസ് ആയിട്സ് അതൊരു രോഗമാണ് അല്ലേ. നമ്മളെ വയസ്സിനെ ചൊല്ലിയിട്ടുള്ള എക്സ്ക്യൂസ് ആയിട്ട്, എന്തായാലും ഞാൻ ഇത്ര ആയില്ലേ, ഇനി പ്രാർത്ഥിച്ച് രാമായണൊക്കെ എന്താ പറയാ ഓതിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പാരായണങ്ങൾ ചെയ്തിട്ട് ഖുറാനൊക്കെ ഓതിയിട്ട് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ഇനി ദൈവത്തിലേക്ക് അടുക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള എക്സ്ക്യൂസ് ചെയ്തിട്ട്, പ്രായം ഇത്രയ്ക്ക് പ്രായമാധിക്യം എന്നെ തളർത്തുന്നു എന്ന് പറയുന്ന രോഗങ്ങൾ അല്ലേ. ലെഗ് എക്സസൈസ് ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഭവമാണ്. അതൊക്കെ അവർ ഭാഗ്യമാണ് അല്ലെ. ഭാഗ്യം എന്ന് പറയുന്ന സംഭവം ലോകത്തില്ല അല്ലെ. ജയിച്ച ഏത് വ്യക്തിയും കൂടുതൽ എഫേർട്ട് ഇട്ട് കാണാൻ ജയിച്ചതാണ്, ഒരിക്കലും ഭാഗ്യം കൊണ്ടല്ല. ഭാഗ്യം എന്ന് പറയുന്ന വാക്കേ ഡിക്ഷണറിയിലില്ല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ടൈം എക്സസൈസ്, സമയം തീരല്ല, അങ്ങനെ പറയുന്ന ആൾ അല്ലെ. സോ ഈ പറയുന്ന 5ഓളം ഫോംസ് ആണ് സാധാരണയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് മോഡലായിരുന്നു കോവിഡിനെ കുറിച്ചുള്ള പരാതികൾ. അത് ഇനിയും മാറും. ഇനിയും ഒരുപാട് കോവിഡുകളും അതിനനുബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. അന്ന് നമുക്ക് പറയാനുള്ളത് അതിനെ കുറിച്ചാണ്. ഈച്ച് ആൻഡ് എവറി കലാമിറ്റീസ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയും അല്ലെ. ഏത് പ്രതിസന്ധി വരുന്ന സമയത്തും, ഏതൊരു പ്രശ്നം വരുന്ന സമയത്തും അതിൽ നമുക്കൊരു അവസരമുണ്ടെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ നമുക്ക് അവസരങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല, ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി, അവസരം എന്ന് പറയുന്നത്. സോ ബി സ്ട്രോങ്ങർ ദാൻ യുവർ എക്സ്ക്യൂസസ്. നിങ്ങൾ പറയുന്ന കാരണങ്ങളെക്കാൾ നിങ്ങൾ കൂടുതൽ നിങ്ങളൊരു സ്ട്രോങ് ആവാൻ ശ്രദ്ധിക്കുക. എന്നെ കൊണ്ട് കഴിയും എന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുക. കാരണം സ്വയമുള്ള വിശ്വാസം അല്ലെ, നമ്മളിലുള്ള ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടാൽ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ സെൽഫ് കോൺഫിഡന്റ്, നിങ്ങളൊരു സ്ട്രോങ് ആവണം. നിങ്ങൾക്കൊരു വിൽ പവർ ഉണ്ട്, നിങ്ങൾക്ക് എന്തിനും കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങൾ സ്വന്തം നിർമ്മിക്കേണ്ട ഒന്നാണ്. ഡു നോട്ട് വേസ്റ്റ് യുവർ ടൈം ഫൈൻഡിങ് എക്സ്ക്യൂസസ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും മൂല്യപ്പെട്ട വസ്തുവാണ് സമയം. ആ സമയത്ത് ഒരിക്കലും കാരണങ്ങൾ പറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാകാം. പല കാരണങ്ങളും ഒരുപക്ഷെ കേൾക്കുന്ന സമയത്ത് തന്റെ ലീഡേഴ്സിന് പോലും ഇമോഷണൽ ആവാൻ ചാൻസ് ഉണ്ട്. അത്തരം കാരണങ്ങളുണ്ട്. പക്ഷെ വൈ, എന്തിന് അല്ലേ, ഒരു ചോദ്യചിഹ്നമുണ്ട്. ആരെ മുമ്പിലാണ് ബോധിപ്പിക്കുന്നത്, എന്തിനാണ് ബോധിപ്പിക്കേണ്ടത്? കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനും വേണ്ടിയിട്ട് ഇതുവരെ ചെയ്ത പല മേഖലയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിച്ച ഒരു മേഖലയാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, എസ്പെഷ്യലി മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് സക്സസ് ബ്രീ ഗ്ലോബൽ. ഇന്ന് നല്ല രീതിയിൽ നിങ്ങളൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കലി ഒരു പ്രൊഫഷണൽ ആയിട്ട് വളർത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതൊക്കെ നിങ്ങൾ കിട്ടിയിട്ടും ഇനിയും നിങ്ങൾ എക്സ്ക്യൂസസ് കണ്ടെത്തുകയാണെങ്കിലും നിങ്ങൾ എവിടെ പോയി ജയിക്കും? നിങ്ങൾ ശരിക്കും ജയം ആഗ്രഹിക്കുന്നു. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എക്സ്ക്യൂസസ് ഉണ്ടാവില്ല. തോൽവിയുടെ ആഗ്രഹമുള്ള വ്യക്തിക്ക്, അല്ലെങ്കിൽ എനിക്ക് ജയിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയുന്നവർക്കാണ് എക്സ്ക്യൂസ് സാധാരണ വരാറുള്ളത് അല്ലെ. എന്ത് വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, മൈൻഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് നമുക്ക് വേണം.
ഒരിക്കലും കാരണങ്ങൾ പറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ സമയത്ത് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു അസറ്റ് അത് നമ്മുടെ സമ്പാദ്യമോ ഒന്നുമല്ല, നിങ്ങളുടെ സമയമാണ്. സമയമുള്ളൊരു വ്യക്തിക്ക് അല്ലേ, ആ വ്യക്തിക്ക് എല്ലാം വെട്ടിപ്പിടിക്കാനും കീഴടക്കാനും കഴിയും. സോ ടൈം ഈസ് യുവർ മോസ്റ്റ് പ്രീഷ്യസ് അസറ്റ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അത് സമയമാണ്. ഒരിക്കലും അതിനെ ഇത്തരം സില്ലി എക്സ്ക്യൂസസ്, ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി സമയത്ത് ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. ഇനി വേസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ കാരണങ്ങൾ കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും നിങ്ങളാണ് അതിന്റെ ഭവിഷ്യത്ത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയും പോലെ അത് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അതാണ് ഏറ്റവും വലുത്. ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ദെൻ വൈ വെറി. നമ്മൾ എന്തിനാണ് പിന്നെ വെറി ആവേണ്ട ആവശ്യം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ആകെ ചിന്തിക്കേണ്ടത് എന്ത് കാരണങ്ങൾക്കും അതിനൊരു പരിഹാരമുണ്ട് അല്ലെ. ഹെൽത്ത് എക്സ്ക്യൂസ് ആയിട്ട് പറയുന്ന ആളുകൾക്ക് ബി പ്രോആക്റ്റീവ് ആൻഡ് യൂസ് സപ്ലിമെന്റ്സ്. നമ്മൾ പറയാണ് എനിക്ക് ആരോഗ്യം കൊണ്ട് കഴിയാം അല്ലെ. നമ്മളെ കയ്യിൽ ഇന്ന് ഏറ്റവും നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും നല്ല ബ്രാൻഡ് അവാർഡ് കിട്ടിയിട്ടുള്ള, ഏറ്റവും നല്ല സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള, ആയുഷ് പ്രീമിയം കിട്ടിയിട്ടുള്ള നല്ല സപ്ലിമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ കാരണങ്ങൾ കണ്ടെത്തുന്നു. ഇന്നഥവാ പല ആളുകൾക്കുള്ള പ്രോബ്ലം, സാർ അതൊക്കെ ഞാൻ ഉപയോഗിച്ചാൽ എന്റെ പൈസ ആരാ കൊടുക്കുക അല്ലെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഹെൽത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ആളുകളോടും ആരോഗ്യത്തെ കുറിച്ച് വാചാലനാകുന്നു. അതേ സമയത്ത് സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ അത് ശരിക്കും മൈനസ് ആണ്. നമ്മളാ ലോക ഫ്രോഡ് എന്ന് പറയുന്നത്. സോ നിങ്ങളെ കയ്യിൽ കിട്ടിയ ഏറ്റവും നല്ല പ്രീഷ്യസായ ഉൽപ്പന്നങ്ങൾ, സപ്ലിമെന്റ്സ്, അത് ഡെയിലി യൂസിങ് ചെയ്യേണ്ടതാണ്. ഇതിൽ ഓരോ കാര്യങ്ങളുണ്ട്. പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, അതേസമയത്ത് ഡെയിലി ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യേണ്ട ക്യാപ്സൂളുകളാവട്ടെ, മറ്റു ഇതര ഉൽപ്പന്നങ്ങൾ, വെൽ ഹാർട്ട് പോലെ ലിവഗൈൻ പോലത്തെ ഉൽപ്പന്നങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട, നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ കൃത്യമായിട്ടുള്ള മെറ്റബോളിക്കൽ സിസ്റ്റം കറക്റ്റ് ചെയ്തു പോകണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സപ്ലിമെന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് വരുന്ന പ്രശ്നങ്ങളെ പ്രിവെൻഷൻ ചെയ്യാൻ പറ്റുന്നെന്ന് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ അറിഞ്ഞതാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഞാനിവിടെ സംസാരിക്കുന്നുള്ളൂ. സോ സീരിയസ് ആയിട്ട് ഉൽപ്പന്നങ്ങൾ നമുക്കുള്ളതാണ്. എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എനിക്ക് ലോകത്തിൽ ഒരുപാട് ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ സാധിക്കും. ഞാൻ ആരോഗ്യം നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരിക്കലും എനിക്കിത് പറയാൻ അവകാശമില്ല. ആഫ്റ്റർ ഓൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും കിട്ടിയതിനു ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്തിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്ന ആളുകൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, എക്സസൈസ് ചെയ്യുക, വ്യായാമങ്ങൾ ചെയ്യുക. അതേസമയത്ത് തന്നെ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന, നിങ്ങളെ ചിന്താഗതിയെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അത്തരം സംസാരങ്ങളും ഒഴിവാക്കിയിട്ട് നല്ല നല്ല ചിന്തകൾ നിങ്ങൾ ഉയർത്തുന്ന, ചിന്താഗതിയെ ഉയർത്തുന്ന ബുക്കുകൾ വായിക്കുക. അതുമായിട്ടുള്ള കണക്ഷൻസ്, അസോസിയേഷൻസ് നിങ്ങൾ കൂട്ടുകൂടുക. അതല്ലാത്തവർ നിങ്ങൾ കൂട്ടുകൂട്ടിൽ നിന്ന് ഒഴിവാക്കുക. കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, ജയം ആഗ്രഹിക്കുന്ന, അത് ജയിച്ച ആളുകളുമായി കൂട്ടുകൂടുക. അതല്ലാതെ ജീവിതത്തിൽ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന, നിങ്ങളെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന, ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് മെന്റലി പ്രശ്നങ്ങൾ അല്ലെ, മൈൻഡ് സെറ്റ്. സോ സീരിയസ്ലി ആ കാര്യത്തെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് അത്തരം ആളുകളായി കൂട്ടുകെട്ട് ഒഴിവാക്കിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരുപാട് ഹെൽത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സപ്ലിമെന്റ് ഉപയോഗിക്കുക. ഇതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എക്സ്ക്യൂസൈറ്റ്സ് ആണ്, രണ്ടാമത്തെ രോഗമാണ് കഴിവിനെ കുറിച്ചുള്ള അല്ലെ പരാതികൾ. എനിക്ക് കഴിവില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പണ്ടേ ഇങ്ങനെയാണ്, ഇങ്ങനെ പറയുന്ന ആളുകൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ദൈവത്തെ മറന്നുകൊണ്ട് ആരും സംസാരിക്കരുത്. ദൈവം നമുക്ക് ആ കഴിവുകൾ തന്നിട്ടുണ്ട്. വൈ, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? എവരിവൺ വാസ് ബോൺ ഇന്റലിജന്റ് ഇനഫ് ടു വിൻ. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും, എല്ലാ കഴിവുകളും ദൈവം നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അതിന് ഉപയോഗപ്പെടുത്തുന്നില്ല? അവിടെയാണ് ചോദ്യം. സോ സീരിയസ്ലി നിങ്ങളെ ഒരു കഴിവുള്ളവനാക്കിയിട്ടാണ് ദൈവം ഈ ലോകത്തേക്ക് പടച്ചേക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ വ്യക്തിയും കഴിവുകളുണ്ട്. ആ കഴിവിനെ മനസ്സിലാക്കാനാണ് നിങ്ങളെ കൂടെ ലീഡർമാരുള്ളത്, മനസ്സിലാക്കി തരാനാണ് നിങ്ങളുടെ കൂടെ സക്സസ്ഫുൾ ഗ്ലോബൽ ഉള്ളത്. ഈ സീരിയസ്ലി ഈ സിസ്റ്റം ഒക്കെ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ കഴിവ് നിങ്ങൾ പുറത്തെടുക്കാം. ഒരിക്കലും കഴിവിനെ കുറിച്ച് എക്സ്ക്യൂസ് പറയാൻ നിൽക്കരുത്. ശ്രമിച്ചാൽ കിട്ടാത്ത ഒന്നും, നത്തിങ് ഈസ് ഇംപോസിബിൾ. ലോകത്ത് ഒന്നും ഇമ്പോസിബിൾ അല്ല. എല്ലാം നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. സോ സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് പരിശ്രമിക്കുക. എല്ലാം സ്കില്ലുകൾ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിലാണ്, ടാലന്റ് അല്ല.
നമുക്കിതിൽ സംസാരിക്കുന്ന കാര്യങ്ങളാവട്ടെ, നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ കാര്യത്താവട്ടെ, അതേ സമയത്ത് തന്നെ ഒരാളോട് ഈ ബിസിനസിന്റെ അവസരം പരിചയപ്പെടുന്ന കാര്യമാവട്ടെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരിക്കലും നിങ്ങൾ മറ്റൊരുത്തനാകാൻ നിങ്ങൾ ശ്രമിക്കരുത്. നമ്മളിവിടെ പല ലീഡേഴ്സും പല രീതിയിലും സംസാരിക്കുന്നുണ്ടാവാം. എനിക്കൊരിക്കലും ഇതിൽ ഒരു ലീഡർ ആകാൻ സാധിക്കില്ല, എനിക്ക് ഞാനാകാനേ സാധിക്കുന്നുള്ളൂ. സോ അക്കോർഡിംഗ് ടു യു, നിങ്ങളെ സമയത്തോളം നിങ്ങൾക്ക് നിങ്ങളാകാനേ സാധിക്കുന്നുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരുത്തനാകാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താം. സ്വകാര്യത്തെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ പരാതികൾ പറയരുത്. ഏജ് എക്സസൈസ്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. വയസ്സെന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്. അതൊരു നമ്പർ ഗെയിം അല്ലേ? ഒരിക്കലും വയസ്സുകൊണ്ടല്ല ആരെയും അളക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യമാവട്ടെ, നിങ്ങളുടെ വയസ്സ് കാര്യങ്ങളാവട്ടെ, ഇതൊന്നും ഒരു രോഗമല്ല. നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. നേരത്തെ ഫസ്റ്റ് ഞാനിവിടെ കാണിച്ചൊരു ചിത്രമുണ്ട്. 103-ാമത്തെ വയസ്സിലും സ്കൈ ഡൈവിംഗ് നടത്തുന്ന ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നൂറൊന്നും കടന്നിട്ടില്ല. 50 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 40 കഴിയുമ്പോഴേക്കും നമ്മൾ പറയണത് എൻ്റെ പ്രായമൊക്കെ അധികരിച്ചിട്ടുണ്ട്, എനിക്കിപ്പോൾ കഴിയില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട സത്യം, ഇതേ പ്രായത്തിൽ ലോകത്ത് ഇന്ന് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത നിരവധി ആളുകൾ, ലീല ഗ്രൂപ്പിന്റെ ഓണർ അടക്കം ഒരുപാട് ആളുകൾ ഈ പ്രായത്തിൽ തുടങ്ങിയതാണ്. നമുക്കറിയാൻ വേണ്ടി അറിയപ്പെട്ട ഒരു ബ്രാൻഡാണ് KFC. അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പോലും തന്റെ ഏറ്റവും പ്രായാധിക്യത്തിലാണ് അദ്ദേഹം ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതിലൂടെ ജയിക്കുന്നതും അദ്ദേഹം ആ ഒരു പ്രായത്തിലാണ്. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, പ്രായം ഒരു അക്കം മാത്രമാണ്. ലെഗ് എക്സസൈസ്. പല ആളുകളും ഭാഗ്യത്തെ കുറിച്ച് പറയാറുണ്ട്. അത് അവന്റെ ഭാഗ്യമാണ്, എനിക്ക് ആ ഭാഗ്യമില്ല അല്ലെ? അവൻക്കൊക്കെ ഭാഗ്യമുണ്ട്. ആർക്കാണ് ഭാഗ്യം? ഹാർഡ് വർക്കാണ് ശരിക്ക് ഈ ലെക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് എഴുതപ്പെടുന്നത് ഈ രൂപത്തിലാണ്, ഹാർഡ് വർക്കിന്റെ രൂപത്തിൽ അല്ലെ? HARDWORK. അതാണ് സ്പെല്ലിംഗ് ലെക്കിന്റെ. സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, ലെക്ക് ഒരിക്കലില്ല, പരിശ്രമിച്ചവനാണ്. മൻജദ്ദ വജദ എന്ന് പറയും. പരിശ്രമിച്ചാൽ വിജയിക്കും. നിങ്ങൾ പരിശ്രമിക്കുക. ലോകത്ത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും ദൈവം തമ്പുരാൻ പോലും പറഞ്ഞത്, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൻസബ് എന്ന് പറയാറുണ്ട് അല്ലെ? നിങ്ങളൊരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ അടുത്ത കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുക. അതല്ലാതെ ഒന്ന് കഴിഞ്ഞു വിശ്രമെടുത്തു, അതല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതേ കഴിയുള്ളൂ, എനിക്കൊന്നും ലെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറാതെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ലെക്കിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക വിത്ത് ഹാർഡ് വർക്ക്. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട്. അതിന് പെട്ടെന്നൊരു കൺസെപ്റ്റാണ് നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ളത്. സീരിയസ് ആയി ഏറ്റെടുക്കുക. ടൈം എക്സസൈസ്, സമയമേ ഇല്ല എന്ന് പറയുന്ന ആളുകൾ, എനിക്ക് അതോ ഒരുപാട് ജോലികളുണ്ട്, ആ തിരക്ക് ഈ തിരക്ക്. ഞാൻ ചുരുക്കി പറഞ്ഞത്, എല്ലാവർക്കും ദൈവം 24 മണിക്കൂറേ കൊടുത്തിട്ടുള്ളൂ. തന്നെ വൈ എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല? അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. നമുക്കൊരു ടൈം ടേബിൾ ഇല്ല, നമുക്കൊരു ചിട്ടയില്ല. തോന്നുന്ന സമയത്ത് കിടന്നിറങ്ങുന്നു, തോന്നുന്ന സമയത്ത് എണീക്കുന്നു. നമ്മൾ ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്നു. ഇപ്പൊ എൻ്റെ ഒരു പ്രായം എനിക്ക് അറിയാൻ പറ്റും. 24-ാമത്തെ വയസ്സ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. വേൾഡ് കപ്പ് കാണാറുണ്ട്, ലീഗുകൾ കാണാറുണ്ട്. അതേ സമയത്ത് നമുക്കറിയാൻ വേണ്ടി പല കാര്യങ്ങളും, ഈവൻ സിനിമ പോലും 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് കാണുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടൊക്കെ മുമ്പുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിയെടുത്തത് ഞാൻ ഇത്ര ആലോചിച്ചുള്ളൂ, ഇതൊന്നും കണ്ടുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരില്ല. സ്പിരിറ്റാണ് ഇതൊക്കെ, നമ്മളെ ഹൃദയത്തിൽ വരേണ്ട സംഭവമാണ് എന്ന് പറയുന്നതല്ല, പക്ഷെ അതൊക്കെ ഒരു സ്പിരിറ്റാണ്. ബട്ട് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, നമ്മളെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സ്പിരിറ്റാണ്. അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ തന്നെ വൈ എന്തിന് നമ്മളെ സമയം ചെലവഴിക്കണം? 24 മണിക്കൂർ കിട്ടുന്ന നമുക്ക് സമയമില്ലാത്തതിന് ഒരൊറ്റ കാരണം, നമുക്ക് ഈ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നമുക്ക് അറിയുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. യുവർ ഫേറ്റ് ഡിപെൻഡ്സ് ഓൺ ഹൗ യു ഇറ്റ് വൈസ്ലി. ഇതെങ്ങനെ ബുദ്ധിപൂർവ്വം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. സീരിയസ്ലി എല്ലാവർക്കും കിട്ടിയ 24 മണിക്കൂർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതെങ്ങനെ ഉപയോഗപ്പെടുത്താം, അവിടെ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, ലീഡർമാരുമായിട്ട് ഇരിക്കുക. അതേ സമയത്ത് നിങ്ങൾ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഓരോ കാര്യവും. ഈവൻ ഞങ്ങൾക്ക് ലീഡേഴ്സൊക്കെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കുളിക്കുകയാണ്, നിങ്ങൾക്ക് ടൈമൊക്കെ കുളിക്കാൻ. ഞങ്ങളൊക്കെ കോളേജിൽ ബേസ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിനുള്ളിൽ നമ്മൾ ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത് ആ അവസ്ഥയിൽ പോരുക എന്നുള്ളതാണ് അവിടെ നിയമം. ഇല്ലെങ്കിൽ ഫൈനാണ്, ഇല്ലെങ്കിൽ അന്ന് ഉച്ചഭക്ഷണമല്ല. ഇങ്ങനൊക്കെ ഡേഞ്ചറായ അവസ്ഥകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ നമ്മളതിനെ ഓവർകം ചെയ്യുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നമേ നമുക്കല്ല. സോ ആ രീതിയിൽ നമുക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ RTV പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പല ആളുകൾ ചിക്കന്റെ കാലിന്റെ പീസിന്റെ എണ്ണം കുറഞ്ഞതും അതുപോലെ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്കതൊരു പ്രശ്നമേ അല്ല. കാരണം വർഷങ്ങളോളം ഉണ്ടതും ഉറങ്ങിയതൊക്കെ എങ്ങനെയൊക്കെയോ ആയിരുന്നു. ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, നമ്മളൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് അറിവ് നേടാൻ പോയ സമയത്താണത്.
നമ്മൾ ഈ ബിസിനസ്സിലൂടെ നമ്മൾ നേടുന്നത് അറ്റ്ലീസ്റ്റ് അറ്റ് ദ എൻഡ്, അറ്റ് ദ ടോപ്പ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. മണി ഫ്രീഡം വിത്ത് ടൈം ഫ്രീഡം. അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ഡെഡിക്കേറ്റ് ചെയ്യണം. ഇവിടെ നോളജ് ഉണ്ട്, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്